വിളിക്കുമ്പോ എല്ലാവരും അതാ മുഖത്തോട് നോക്കിയിരിക്കുകയാണ്. ആരാണ് പോകുന്നത്? പ്രിയപ്പെട്ടവരെ പറയുകയാണ്, ലോകത്തിന്റെ പ്രവാചകം പറയുമ്പോ എല്ലാവരും അതാ തെറ്റിദ്ധരിക്കുകയാണ്. ആരാണ് ബിലാലെന്ന് അറിയോ? കറുകറുത്ത മനോഹരമായുള്ള ശബ്ദത്തിന്റെ പുറമേ ബിലാൽ തങ്ങളുടെ പ്രിയമുള്ളവരെ വാക്കുകൊടുക്കാൻ പോവുകയാണ്. അല്ലാഹു റസൂൽ പറയുന്നത് എല്ലാവരും ഇരിപ്പുണ്ട്. ഒരുപാട് ബിലാലുകളെക്കാൾ ശ്രേഷ്ഠമുള്ള അലിയാലുകളുണ്ട്, ഉമറുകളുണ്ട്, വലങ്കയായ അബൂബക്കർ തങ്ങളുണ്ട്. ഇവരോടൊന്നും നബിതങ്ങൾ മാർക്ക് കൊടുക്കാൻ പറയണില്ല. നബിതങ്ങൾ പറയണത് ആരോടാ? ബിലാലെ നീ ബിലാലുകളുടെ പ്രിയപ്പെട്ടവരെ ആദ്യത്തെ ഭാഗങ്ങളുടെ പ്രിയപ്പെട്ടവരെ ബിലാലുകളെ വിളിക്കുകയാണ്. എന്ന് പറഞ്ഞിട്ടുള്ള തൗഹീദിന്റെ വചനം ഇങ്ങനെ അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ് എന്നുള്ള ഇസ്ലാമിന്റെ അടിസ്ഥാനം ബിലാൽ തങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ മദീനത്തെ പള്ളിയോട് ഇങ്ങനെ വിളിച്ചു പറയാം. ആ ബിലാൽ തങ്ങൾ വല്ലാതെ നബിതങ്ങളെ സ്നേഹിച്ചു. സൽമാൻ തങ്ങൾ നബിതങ്ങളെ വല്ലാതെ സ്നേഹിച്ചു. ഉസ്മാൻ തങ്ങൾ വല്ലാതെ സ്നേഹിച്ചു. അങ്ങനെ ഒരാളാണ് ബിലാൽ തങ്ങളും. അങ്ങനെ ഞാൻ കഴിഞ്ഞ ആഴ്ച നബിതങ്ങളെ വഫാത്ത് പറഞ്ഞു. ആ നബിതങ്ങളുടെ വഫാത്തിന് ശേഷം മദീന വല്ലാതെ കളിയാണ്. കാരണം ഞാൻ പറഞ്ഞു, നമ്മുടെ നാട്ടിൽ ഏതെങ്കിലും ഒരു നമുക്ക് വേണ്ടപ്പെട്ട ആൾ നിറപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്തൊരു അപരാധി അല്ലെ? ഇപ്പൊ എന്റെ ഉപ്പ മരണപ്പെട്ട് കഴിഞ്ഞാല് അതിലേക്ക് വലിയ സങ്കടമായിരിക്കും, ആത്മത നികത്താൻ പറ്റില്ല എന്ന് പറഞ്ഞതുപോലെ അതിനേക്കാൾ ശ്രേഷ്ഠം നിങ്ങളുടെ കൽപ്പിന്റെ ഉള്ളിൽ നിന്റെ മാതാവിനെയും പിതാവിനെയും നിന്റെ ഗുരുനാഥനെയും അയൽവാസിയും കാമുകനെയും നിന്റെ ഭാര്യയും ഭർത്താവിനെയും മക്കളെക്കാളും ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് ആ ഹബീബിനെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഹബീബ് മരണപ്പെട്ട് കഴിഞ്ഞാൽ ആത്മ സഹിക്കാൻ പറ്റുന്നത് ആ നബിതങ്ങൾ വഫാത്തായി മദീന മുഴുവൻ കരയാണ്. മദീന മുഴുവൻ കരയുകയാണ്. ഒരു സഹാബി തന്റെ രണ്ട് കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെടണേ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തു. അങ്ങനെ അല്ലാഹു അദ്ദേഹത്തിന്റെ കാഴ്ച പോലും നഷ്ടപ്പെടുത്തി. അങ്ങനെ ഒരു സംഭവം പോലും നമ്മുടെ മദീനയുടെ മധ്യയിൽ നടന്നു. അങ്ങനെ എല്ലാ സഹാബിമാർക്കും വലിയ ടെൻഷനാണ്. ആർക്കും ഒരു ഉഷാറില്ല. ആദ്യമാകുന്ന പ്രവാചകന്റെ പ്രിയമുള്ളവരെ വഫാത്താകുന്നു. പ്രിയപ്പെട്ടവരെ മദീനയിൽ നിന്ന് ശാമിലേക്ക് പുറപ്പെടുകയാണ്. ശാമിൽ പോയി പ്രിയപ്പെട്ട ഭാര്യമാരാ ബിലാലുകൾ കഴിയുമ്പോ അല്ലാഹുവേ വല്ലാത്ത വിഷമത്തോട് പോയി ബിലാലുകൾ കഴിയുകയാണ്. സങ്കടത്തോട് കൂടി കഴിയുകയാണ്. അധികാരികൾ സങ്കടത്തോട് കൂടി കഴിയുകയാണ്. അങ്ങനെ ഒരുപാട് നാൾ കഴിയുമ്പോ ആ ബിലാലുകളുടെ മനസ്സിലേക്ക് നെറ്റിലങ്ങൾ കടന്നു വരികയാണ്. എന്നിട്ട് പറയുന്നു, സ്വപ്നത്തിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് പറയുന്നു, എന്നോട് സങ്കടമാണോ, എന്നോട് വെറുപ്പാണോ ബിലാൽ, എന്നോട് വെറുപ്പാണോ ബിലാലേ, എന്നോട് സങ്കടമാണോ ബിലാലേ, ഞാൻ ഈ ദുനിയാവിന്റെ ചുറ്റുപാട് പോയത് എന്നോട് വെറുപ്പാണോ ബിലാലേ, എന്നോട് സിയാറത്ത് ചെയ്യാൻ വരാത്തതോ എന്താണ് ബിലാലേ എന്ന് നബിതങ്ങളെ സ്വപ്നത്തിൽ വരികയാണ്. ഓക്കെ, നബിതങ്ങൾ ബിലാൽ തങ്ങളുടെ സ്വപ്നത്തിൽ വന്നിട്ട് പറയാം, ബിലാലേ എന്താ ബിലാലെ എന്നോട് സങ്കടം എന്താ? എന്താ എന്നെ സിയാറത്ത് ചെയ്യാൻ വരാത്തത്? എന്നോട് ഇത്ര വിഷമം നിനക്ക്? നീ എന്താ മദീനത്തിലേക്ക് വരാത്തത്? ബിലാൽ തങ്ങള് നട്ടപ്പാതിരാക്കി കിടന്നുറങ്ങുകയാണ്. ഭാര്യ ഹിന്ദുമായി തന്റെ പ്രിയപ്പെട്ട ഭാര്യ ഹിന്ദുമായി ഷാം എന്ന് പറയുന്ന പ്രദേശത്ത് താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇങ്ങനെ മനസ്സിൽ വന്നിട്ട് പറയാ, ആരാ വരണത്? നബിതങ്ങളാ. നബിതങ്ങൾ വന്നിട്ട് പറഞ്ഞു, ബിലാലെ എന്ത് ബിലാലെ നീ മദീനത്തേക്ക് വരാത്തത്? നീ എന്താ മദീനത്തിൽ നിന്ന് പോയത്? ബിലാൽ തങ്ങൾ നെറ്റിട്ടത് ചെന്നിച്ചു. ഭാര്യ ഹിന്ദു ചോദിച്ചു, എന്തേ നിങ്ങൾ ഇങ്ങനെ വരക്കണത്?
നബിതങ്ങൾ പറഞ്ഞു, ബഹുമാനപ്പെട്ട ബിലാൽ തങ്ങൾ പറഞ്ഞു, എന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനാമിൽ വന്നു, മനാം സ്വപ്നത്തിൽ വന്നു, എന്നോട് പറഞ്ഞു, എന്നോട് എന്താ വെറുപ്പാണോ എന്ന് ചോദിച്ചു. എനിക്ക് സഹിക്കാൻ പറ്റുന്നതിനപ്പുറമാണ്. ആദ്യമായുള്ള പ്രവാചകന്റെ പ്രിയപ്പെട്ടവരെ കാണാനായി ബിലാൽ തങ്ങൾ പുറപ്പെടുകയാണ്. വർഷങ്ങൾക്ക് മുമ്പ് 2000 കിലോമീറ്റർ പ്രിയപ്പെട്ടവരെ സഞ്ചരിച്ചാൽ മാത്രമേ അല്ലാഹുവേ ഷാമിൽ നിന്ന് മദീനത്തേക്ക് എത്താൻ വഴിയുള്ളൂ. അന്ന് കാറില്ല, ഫ്ലൈറ്റില്ല, ബസ്സില്ല, ട്രെയിനില്ല, ആളുകളുടെ വാഹനമല്ല, ഒട്ടകമാ അല്ലേ നടക്കണം. 2000 കിലോമീറ്റർ. ഒട്ടകത്തിന്റെ വേഗത കുതിരയെ പോലെ കിട്ടൂല. അങ്ങനെ ബഹുമാനപ്പെട്ട ബിലാൽ തങ്ങൾ യാത്രയാകാൻ തീരുമാനിക്കുകയാണ്. 40 ദിവസം എടുത്തു ബിലാൽ തങ്ങൾ മദീനത്തേക്ക് എത്താൻ. ഒരുപാട് പ്രശ്നങ്ങൾ നേരിട്ടു. ബിലാൽ തങ്ങളുടെ പ്രിയപ്പെട്ടവരെ ഒട്ടകപ്പുറപ്പെടുകയാണ്, മദീനത്തേക്ക് പുറപ്പെടുകയാണ്. തന്റെ ജീവിതകാലം മുഴുവൻ മനസ്സിനുള്ളിൽ കൊണ്ടുനടന്ന ലോകത്തിന്റെ മുന്നേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ പ്രിയപ്പെട്ടവരെ പുറപ്പെടുകയാണ്. ആരുടെ റസൂലിനെ കാണാൻ, നബിതങ്ങളെ കാണാൻ, അബൂബക്കർ തങ്ങളെ കാണാൻ, ഉമർ തങ്ങളെ കാണാൻ, അലിയാർ തങ്ങളെ കാണാൻ, അല്ലാഹു റസൂലിനെ കാണാൻ മദീനയുടെ മണ്ണിലേക്ക് പ്രിയപ്പെട്ടവരെ ശാമിൽ നിന്ന് പുറപ്പെടുകയാണ്. ഒട്ടകത്തിന്റെ പുറത്തിലേക്ക് പുറപ്പെടുമ്പോൾ വിഷമത്തോടുകൂടി യാത്രയാക്കാണ്. ഇനി എപ്പോഴാ തിരിച്ചു വരുമെന്ന് പറയാൻ പറ്റൂല. കാരണം നീണ്ട യാത്രയാണ്. ബിലാൽ തങ്ങളുടെ മനസ്സിനുള്ളിൽ നബിതങ്ങളെ കണ്ടേ പറ്റൂ. ഈ നട്ടപ്പാതിരാക്കൾ ഇറങ്ങിയേ പറ്റൂ. സുബഹിയായിട്ടില്ല. ബിലാൽ തങ്ങൾ ഇങ്ങനെ പുറപ്പെടുകയാണ്. അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവരെ 40 ദിവസം കൊണ്ട് ബിലാൽ തങ്ങൾ എന്റെ പ്രിയപ്പെട്ടവരെ 40ാമത്തെ ദിവസമാകുമ്പോ അൽഹംദുലില്ലാഹ് മദീനത്തെ പള്ളിയിലേക്ക് കടന്നു ചെല്ലുകയാണ്. സുബഹിയുടെ സമയമാകുമ്പോ, തഹജ്ജുദിന്റെ സമയമാകുമ്പോ മദീനത്തെ പള്ളിയിലേക്ക് എന്റെ പ്രിയപ്പെട്ടവരെ കടന്നു ചെല്ലുകയാണ്. അവിടെ നോക്കുമ്പോൾ ആരുമില്ല. ചെല്ലുന്ന വിവരം ആരും അറിഞ്ഞിട്ടില്ല. 40 ദിവസം 2000 കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് ബിലാൽ തങ്ങൾ എന്റെ പ്രിയപ്പെട്ടവർ ചെന്നു. അവിടെ ചെന്നത് തഹജ്ജുദിന്റെ സമയത്താണ്. സുബഹി നമസ്കാരത്തിന്റെ ബാങ്ക് വിളിക്കുന്നതിന് മുമ്പ്. ചരിത്രം ഇങ്ങനെ തന്നെയാണ്. ബിലാൽ തങ്ങൾ അവിടെ ചെന്നു. അവിടെ ചെന്ന സമയത്ത് ആരും എണീച്ചിട്ടില്ല. നട്ടപ്പാതിരാണ്. തഹജ്ജുദിന്റെ സമയമാകുന്നതിനോട് എല്ലാവരും വീട്ടിൽ നമസ്കരിക്കുന്ന സമയമാണ്. എല്ലാവരും വീട്ടിൽ കിടന്നുറങ്ങുന്ന സമയമാണ്. അങ്ങനെ മദീനത്തെ പള്ളിയിലെ മുഅദ്ദിൻ, മദീനത്തെ പള്ളിയിലെ മുഅദ്ദിൻ ബാങ്ക് വിളിക്കുന്ന ആള് അല്ലെ. നമ്മൾ ചിലപ്പോ ബാങ്ക് വിളിക്കുന്നവരെ നമ്മൾ ചെറിയ പുച്ഛിച്ചു കാണുന്ന ചില ആൾക്കാരൊക്കെ ഒരിക്കലുമില്ല. അവർക്കൊന്നും ഭൂമിയുണ്ട. ആരെങ്കിലും പ്രിയപ്പെട്ടവരെ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ അവരുടെ ആളുണ്ടല്ലോ സ്വർഗത്തിലൊരു കവാടം, സ്വർഗത്തിലൊരു കിരീടം കൊടുക്കുമെന്ന്, അവന്റെ മുഖമത പ്രകാശിക്കുമെന്ന്, അവന്റെ കടലിയത ഉയർന്നിരിക്കുമെന്ന് ആദരവാകുന്ന പ്രവാചകൻ വെറുതെ പറഞ്ഞതല്ല. എന്തുകൊണ്ടാ പരമ്പരയാണ് ബാങ്ക് വിളിക്കലെന്ന് പറയുന്നത്? നമുക്കൊരു ചാൻസ് കിട്ടിക്കഴിഞ്ഞാൽ ബാങ്ക് വിളിക്കാനായിട്ട് തീർച്ചയായിട്ടും വിളിക്കണം. അതായത് ആ സമയത്ത് മാറി നിന്ന് കഴിഞ്ഞാൽ കിട്ടുമോ? കടയിൽ വലുതാവോ? ഇല്ല. നാളെ സ്വർഗത്തിൽ കടക്കാൻ, ആ സ്വർഗത്തിൽ കടക്കുമ്പോൾ ബാങ്ക് വിളിക്കുന്നവരാണെങ്കിൽ അവരുടെ മുഖത്തിൽ വല്ലാത്ത പ്രകാശമായിരിക്കും. അല്ലാഹു ഈമാൻ നൽകട്ടെ. ഇനി എന്ത് പറയേ, നമ്മൾ ഇബ്രാഹിം സാർ എപ്പോഴും തട്ടി വഴി ബാങ്ക് വിളിക്കാൻ ഞാൻ പറഞ്ഞത്, ചാൻസ് കിട്ടുമ്പോ അല്ലെ, നമ്മൾ ഈ പള്ളിയിൽ തന്നെ ആണെങ്കിൽ ചാൻസ് കിട്ടിയാൽ വിളിക്കുക. അല്ലെങ്കിൽ നമ്മൾ വേറെ എന്തെങ്കിലും തയ്ക്കാണോ പറയുന്നത് എനിക്കറിയില്ല. ചെറിയ ചുമാക്ക് പള്ളി അല്ലാത്ത പള്ളിയിലൊക്കെ ചെന്ന് കഴിയുമ്പോ അവിടെ ഉസ്താദുമാരായില്ലെങ്കിൽ നമുക്ക് വിളിക്കാനുള്ളൊരു താക്കത്തുണ്ടെങ്കിൽ നമ്മൾ വിളിക്കുക. അല്ലാഹു ഈമാൻ നൽകട്ടെ. അവർക്കുള്ള പ്രതിഫലം അവരുടെ പെരടി നാളെ ആഖിറത്തിൽ വെച്ച് വലുതായിരിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തുകൊണ്ടാ? അത് ബിലാൽ തങ്ങളുടെ ലെഗസിയാണ്. ലെഗസി എന്ന് പറഞ്ഞാൽ പരമ്പര. ബിലാൽ തങ്ങളുടെ പരമ്പരയാണ്. ആ ബിലാൽ തങ്ങളുടെ മദീനയുടെ പള്ളിയിലേക്ക് ചെന്നപ്പോ ആരുമില്ല. എല്ലാവരും തുടങ്ങാണ്. അള്ളാഹുവിന്റെ വിധി നോക്കണം. അന്ന് അവിടെ ബാങ്ക് വിളിക്കാനായി മുഅദ്ദിൻ വന്നില്ല. ചരിത്രം ഇങ്ങനെ തന്നെയാണ്. ഞാൻ എന്റെ കയ്യിലെന്ന് പറയുന്നതല്ല. ബഹുമാനപ്പെട്ട ബിലാൽ തങ്ങൾ അവിടെ ചെന്നപ്പോ തഹജ്ജുദിന്റെ സമയം കഴിഞ്ഞു. ബഹുമാനപ്പെട്ടവർ തഹജ്ജുദ് നിസ്കരിച്ചു. ബിലാൽ തങ്ങൾ സുബഹിയുടെ സമയമാകുമ്പോ പള്ളിയിൽ ആരും വരണില്ല. മുഅദ്ദിൻ വരണില്ല. വിധി നോക്കണം. അതേ സമയം അല്ലെ മദീനത്തെ വർഷങ്ങൾക്ക്
ദിവസങ്ങൾക്ക് ശേഷം എന്നെ പ്രിയപ്പെട്ടവരെ ബിലാലിന്റെ മദീനയുടെ പള്ളിയുടെ ഇൽമുകളിൽ നിന്നുകൊണ്ട് കാത്തുനിൽക്കുകയാണ്. അശ്ഹദു അല്ലാ വചനമെന്ന് പ്രിയപ്പെട്ടവരെ ബഹുമാനപ്പെട്ട ബിലാലിനെ പറയുകയാണ്. വാങ്ങിന്റെ മൂന്നാമത്തെ ലഫ്ലുകളാ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് ബിലാലിന്റെ മാധുര്യത്തിന്റെ തൊണ്ടയിൽ നിങ്ങൾ വിളിച്ചു പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ സഹാബത്തതാ ഇംഗ്ലീഷ് വന്നിരുന്ന് പേടിച്ചു വിറച്ചുകൊണ്ട് ആരാണ് മദീനയുടെ പള്ളിയിൽ വാങ്ങി വിളിക്കുന്നത്? നിങ്ങളുടെ ബിലാലേ, നിങ്ങളുടെ ബിലാലേ, നിങ്ങളുടെ ബിലാലേ. ആരുടെ റസൂൽ വഫാത്തായപ്പോ ആരുടെ ബിലാലാ തിരിച്ചു വന്നിരിക്കുകയാണ്. നബിതങ്ങളുടെ സ്വപ്നത്തിൽ കണ്ടതിന്റെ കാരണപ്രകാരം ആ ബിലാലുകൾ മദീനയുടെ പള്ളിയിലേക്ക് കടന്നു വന്നു. ആ മദീനയുടെ പള്ളിയിലേക്ക് കടന്നു വന്നപ്പോ മുഅദ്ദിൻ സാഹിബ് ബാങ്ക് വിളിക്കാൻ വന്നില്ല. ബഹുമാനപ്പെട്ടവരെ ബാങ്ക് വിളിച്ചു. അങ്ങനെ ബാങ്ക് വിളിച്ചപ്പോ അവിടുത്തെ ഓരോ സഹാബിയും ബിലാലുകളുടെ ബാങ്ക് എന്ന് പറഞ്ഞ ചില്ലറയാണോ? ബിലാലുകൾ വിളിച്ചു ഉറക്കത്തേക്കാൾ ശ്രേഷ്ഠം നമസ്കാരം എന്ന് പറഞ്ഞപ്പോ സഹാബത്തിങ്ങനെ എണീച്ചുകയാണ്. നല്ല പരിചയമുള്ള ശബ്ദമാണല്ലോ അല്ലെ, നല്ല പരിചയമുള്ള ശബ്ദമാണല്ലോ. ഇങ്ങനെ കേട്ടുകേൾവിയോടുകൂടി വന്നപ്പോ നോക്കുമ്പോ ആരാ? ബിലാൽ തങ്ങളാ. എല്ലാവരും ആ നബി തങ്ങളെ പേര് കേട്ടപ്പോ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ് എന്ന് കേട്ടപ്പോ പ്രിയമുള്ളവരെ പലരും ബോധം കെട്ട് വീണെന്ന് പോലും ചരിത്രം പറയുമ്പോ എന്തുകൊണ്ടാ ബിലാൽ തങ്ങളാ മദീനത്തേക്ക് തിരിച്ചു വന്ന് ബാങ്ക് വിളിക്കാനുള്ള കാരണം എന്താ? നബി തങ്ങളെ സ്വപ്നത്തിൽ കണ്ടതുകൊണ്ടാണ്. അത് നാട്ടിൽ സംശയമുണ്ടോ? നബി തങ്ങളെ സ്വപ്നത്തിൽ കാണൂല നാട്ടിൽ സംശയമുണ്ടോ? ഒരിക്കലും വേണ്ട. കാണും. നബി തങ്ങളെ സ്വപ്നത്തിൽ കാണട്ടെ. അതിനുള്ള ആയത്ത് ഏതാണ്? ആയത്ത് ബഹുമാനപ്പെട്ട അബൂബക്കർ ബിൻ മുഹാജിർ ബുഖരി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന വലിയൊരു മഹാൻ ദർശനത്തോണ്ടിരിക്കുമ്പോ ബഹുമാനപ്പെട്ട ശിബിലി ഇമാം എന്ന് പറയുന്ന പ്രിയപ്പെട്ടവരെ ഒരു ഇമാമത കടന്നു വരികയാണ്. ബഹുമാനപ്പെട്ട ശിബിലി ഇമാം അബൂബക്കർ തന്റെ ഹദ്റത്തിലേക്ക് കടന്നു വരുമ്പോ ബഹുമാനപ്പെട്ട ശിബിലി ഇമാമിന്റെ പ്രിയപ്പെട്ടവരെ എണീച്ചിരിക്കുകയാണ്. അബൂബക്കർ തന്റെ പ്രിയപ്പെട്ടവരെ ശിബിലി ഇമാമുമായി സംസാരിച്ചതിനു ശേഷം അതാ മഹാനവരുകളാ തിരിച്ചു പോവുകയാണ്. ബഹുമാനപ്പെട്ട അബൂബക്കർ തങ്ങളുടെ ശിഷ്യന്മാരെ ചോദിക്കുകയാണ്, എന്താണ് നിങ്ങൾ അന്വേഷിക്കുന്നത്? എന്താണ്? വലിയ വലിയ രാജാവ് വന്നിട്ട് പോലും നിങ്ങൾ അന്വേഷിക്കുന്നില്ല. വലിയ വലിയ രാജാവ് വന്നിട്ട് പോലും നിങ്ങൾ അന്വേഷിക്കുന്നില്ല. പക്ഷേ ഈ അബൂബക്കർ തങ്ങൾ വന്നപ്പോ അബൂബക്കർ ബിൻ മുഹാജിർ ബുഖരി റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ആള് വന്നപ്പോ എന്ത് നിങ്ങൾ അന്വേഷിക്കുന്നത്? എന്ത് നിങ്ങൾ അന്വേഷിക്കുന്നത്? സംശയമാണല്ലോ അല്ലെ? എന്ത് നിങ്ങൾ അന്വേഷിക്കാൻ കാരണം? അപ്പോൾ ഉടൻ തന്നെ അബൂബക്കർ ബിൻ മുഹാജിർ ബുഖരി റളിയല്ലാഹു അൻഹു പറയാനും, എന്റെ പ്രിയപ്പെട്ട ശിഷ്യന്മാരെ, ദിവസം രാത്രി നടക്കുമ്പോ ലോകത്തിന്റെ മുമ്പേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരികയാണ്. എന്നിട്ട് പറയുന്നു, അബൂബക്കറേ, നിന്റെ ശബ്ദത്തിലേക്ക് സ്വർഗം കൊണ്ട് അവകാശിയായ ഒരാളെ കടന്നു വരുന്നതാണ്. സ്വർഗം കൊണ്ട് അവകാശിയായ ഒരാള് നാളെ നിന്റെ ഹദറത്തിലേക്ക് കടന്നു വരുന്നതാണ്. സ്വർഗം കൊണ്ട് അവകാശി നേരത്തെ തന്നെ സ്വർഗം കൊണ്ട് വഹി ലഭിച്ച ആൾ നാളെ കടന്നു വരുന്നതാണ്. അങ്ങനെ പിറ്റേ ദിവസമായപ്പോ ആരാ കടന്നു വന്നത്? ശിബിലി റളിയല്ലാഹു അൻഹു ആണ്. അതുകൊണ്ടാണ് ഞാൻ എണീച്ചിരുന്നത്. അങ്ങനെ ശിബിലങ്ങൾ പോയി കഴിഞ്ഞു. വർഷങ്ങൾക്ക് ശേഷം, അങ്ങനെ ഒരുപാട് നാളുകൾക്ക് ശേഷം വീണ്ടും ശബ്ദത്തിലേക്ക് കടന്നു വരികയാണ്. ശിബിലങ്ങൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, എണീച്ചിരിക്കാൻ പറഞ്ഞ കാരണമെന്താണ്? അദ്ദേഹത്തിന് ബഹുമാനിക്കണമെന്ന് പറയാനുള്ള കാരണമെന്താണ്? ഉടൻ തന്നെ പ്രവാചകൻ പറയുകയാണ്, അല്ലയോ ശിബിലിയേ, അദ്ദേഹം തന്റെ ജീവിതത്തിൽ ആയത്ത് എന്നോടുമായിരുന്നു. അദ്ദേഹം തന്റെ ജീവിതത്തിൽ എന്നോട് ആയത്തോടുമായിരുന്നു. അല്ലാഹുവേ, എത്ര കൊല്ലമാണ് ഓടിയതെന്നറിയോ? 80 കൊല്ലമായി 5 റക്അത്തിന് ശേഷം ഈ മഹാനവറുകൾ ഒരായത്ത്, പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ ഒരു ആയത്ത് അല്ലെ, 6666 ആയത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ
14 സൂറത്തുകളുള്ള ഖുർആൻ, മക്കയിലും മദീനയിലുമായി വ്യത്യസ്ത സൂറത്തുകളുള്ള ഖുർആൻ, അങ്ങനെ ഒരുപാട് വിശേഷങ്ങളുള്ള ഖുർആൻ, ഒരുപാട് അഹ്ബാറുകളും ഒരുപാട് അഹ്കാമുകളുമുള്ള ഖുർആൻ. ആ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിലെ ഒരേ ഒരു ആയത്ത് അല്ലെ, ഖുർആനിൽ ഒരേ ഒരു ആയത്തിൽ മാത്രമാണ് ബിസ്മി ഓതാൻ പറ്റാത്തത്. ഏതാ? ഏത് സൂറത്താ? ഏത് സൂറത്താ? സൂറത്തുൽ തൗബ അല്ലെ. സൂറത്തുൽ തൗബയിലെ ബിസ്മി ഓതാൻ പാടില്ല. ആ സൂറത്തുൽ തൗബയിലെ 128ാമത്തെ ആയത്ത് എന്ന് പറയുന്നത് ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അൽഹംദുലില്ലാഹ്, നിങ്ങൾ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ ആദരവാദമുള്ള പ്രവാചകരുടെ സ്വന്തത്തിലാണെന്ന് ബഹുമാനപ്പെട്ട ശിബിരിമാർ പറയുകയാണ്. അല്ലാഹുവേ, നബിതങ്ങളെ കാണാനുള്ള തൗഫീഖ് തരണേ അല്ലാഹ്. ഏതാണ്ട് 128ാമത്തെ ആയത്ത് സൂറത്തുൽ തൗബയിലെ 128ാമത്തെ ആയത്ത്. നല്ല രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ സൂറത്തുൽ തൗബയിലെ ഏറ്റവും അവസാനത്തെ ആയത്തിന്റെ മുമ്പിലുള്ള ആയത്ത് ഓതുമ്പോൾ അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എന്ന് ഓതിയിട്ട് ബിസ്മി ഓതാതെ ലഖദ് ജാഅകും റസൂലുൻ മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാ അനിതും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. ഈ ഒരു ആയത്ത് നിങ്ങൾ 5 വക്തത്തിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി കഴിഞ്ഞാൽ, അല്ലാതെ ഒരു വക്തത്തിന് ഓതും രണ്ടാമത്തെ വക്തത്തിന് നാരിയത്ത് സ്വലാത്താണെങ്കിൽ നാരിയത്ത് സ്വലാത്ത്, അത് താജ് സ്വലാത്താണെങ്കിൽ താജ് സ്വലാത്ത്, എന്ത് സ്വലാത്താണെങ്കിലും സാധാ സ്വലാത്താണെങ്കിലും ഒരു വെള്ളിയാഴ്ച കടന്നു വരുമ്പോ പള്ളിയിൽ നേരത്തെ വന്നിരുന്നിട്ട് ഒരു 100 സ്വലാത്ത് ഹബീബിന്റെ പേരിൽ നിയത്ത് വെച്ച് എഴുതി കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞില്ലേ ഹബീബിനെ കാണാൻ പറ്റും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വ്യക്തമായ ബുഖാരി ഇമാമിന്റെ ഹദീസിൽ വന്നിട്ടുള്ളതാണ് നിങ്ങൾക്ക് പ്രവാചകനെ കാണാൻ പറ്റുമെന്ന് പറഞ്ഞത്. പിന്നെ എന്തിനാണ് നമ്മൾ പേടിക്കുന്നത്? അല്ലാഹു ഈമാൻ നൽകട്ടെ. ഏതായത് 128ാമത്തെ ആയത്ത് ബിസ്മില്ലാത്ത സൂറത്ത്, ബിസ്മില്ലാത്ത സൂറത്ത് സൂറത്തുൽ തൗബ. ആ തൗബയിലെ 128ാമത്തെ ആയത്ത് നിങ്ങൾ ഓതി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഹബീബിനെ കാണാൻ കഴിയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു, ഈ പ്രവാചകൻ അല്ലെ, നമ്മൾ ഇത്രത്തോളം റബീഉൽ അവ്വൽ 1 മുതൽ നമ്മൾ ആദ്യത്തെ വെള്ളിയാഴ്ച മുതൽ ഈ 4ാമത്തെ വെള്ളിയാഴ്ച വരെ ഞാൻ ഒച്ചയിട്ടാർക്ക് വേണ്ടിയിട്ടാണ് ഹബീബിനെ പറ്റി പറഞ്ഞു. ഹബീബിനെ പറ്റി പറഞ്ഞു. ആ ഹബീബിനെ എതിർക്കുന്നവരുണ്ടാകും, ആ ഹബീബിന്റെ മൗലിദ് മാസത്തിൽ എതിർക്കുന്നവരുണ്ടാകും, ആ ഹബീബിന്റെ പച്ചപ്പൊടി കഴിച്ചപ്പോ അതൊന്നും ഇസ്ലാമിൽ ഇല്ലാത്തവരാണെന്ന് പറഞ്ഞിട്ടുണ്ടാകും. അങ്ങനെ അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ ആദർശം മുറുകെ പിടിക്കണം. നമ്മൾ എല്ലാം ചെയ്യും. നമ്മൾ ചോറ് കൊടുക്കും, നമ്മൾ ചീരങ്ങ കൊടുക്കും, നമ്മൾ കുട്ടികളുമായി റാലി നടത്തും, എല്ലാം ചെയ്യും. കാരണം അതൊരു സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം മുറുകെ പിടിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അത് ഈമാനാണ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആ പ്രവാചകൻ ആരെങ്കിലും ഒരാൾ എതിർത്ത് കഴിഞ്ഞാൽ, അവർക്കുള്ള ശിക്ഷ എന്താ? ആദരവാകുന്ന പ്രവാചകനാകുന്ന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയമുള്ളവരെ ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ആദ്യമായി ഇസ്ലാമിന്റെ പ്രബോധനമായി നബിതങ്ങൾ കടന്നു വരികയാണ്. ആരോടാണ് നബിതങ്ങൾ പ്രബോധനം ചെയ്തതെന്നറിയുമോ? അബൂ ഖുബൈസ് എന്ന് പറയുന്ന വലിയൊരു മലയുടെ മുകളിലേക്ക് കയറി നിൽക്കുകയാണ്. അന്നത്തെ പ്രവാചകന്റെ പ്രിയപ്പെട്ടവരെ നബിതങ്ങളുടെ കുടുംബക്കാരോട് വിളിക്കുകയാണ്. എന്നിട്ട് പറയുകയാണ്, ഈ മലയുടെ മുകളിൽ നിന്ന് ഒരു സംഘം നിങ്ങളെ ആക്രമിക്കാൻ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് ചോദിക്കുമ്പോ ആദ്യമാകുന്ന പ്രവാചകരോട് പറയുകയാണ്, ഞാൻ വിശ്വസിക്കും. നിങ്ങൾ വിശ്വസ്തനാണ്. ഞാൻ അബൂ ഖുബൈസ് എന്ന് പറയുന്ന മലയുടെ മുകളിൽ കയറി എന്ന് പറയാണ്. ഈ മലയുടെ പുറകിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ നിങ്ങൾ ആക്രമിക്കാൻ വന്നെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? നബിതങ്ങൾ ആദ്യം തന്റെ പ്രിയപ്പെട്ട കുടുംബാദികൾക്കാണ് ഉപദേശം കൊടുക്കുന്നത്. വിവാഹങ്ങൾ പറഞ്ഞപ്പോ കുടുംബാദികൾ പറഞ്ഞു, അബൂലഹബ് അടക്കമുള്ള ആളുകൾ അവർ പറഞ്ഞു, ഞങ്ങൾ വിശ്വസിക്കും. നീ വിശ്വസ്തനാണ്, അമീൻ അൽ അമീൻ, നീ വിശ്വസ്തനാണ്. എന്ത് പറഞ്ഞാലും ഞങ്ങൾ വിശ്വസിക്കും. നബിതങ്ങളുടെ സാമ്പിൾ ഇട്ട് കൊടുത്തു അല്ലെ. എന്ത് കാര്യം പറയുമ്പോൾ ഹിക്മത്ത് പറഞ്ഞല്ലോ. എന്ത് കാര്യം ബിസിനസ്സിൽ എന്തെങ്കിലും തകർച്ച ഉണ്ടാകുമ്പോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് ഓഫീസിൽ നമുക്ക് ഒപ്പിട്ട് കിട്ടാനുള്ളാവോ അത് ഹിക്മത്ത് നമ്മള് ചെയ്യേണ്ടി വരും എന്ന് പറഞ്ഞതുപോലെ നബിതങ്ങൾ തന്റെ പ്രബോധനം തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഹിക്മത്ത് പ്രയോഗിച്ചു. നബിതങ്ങൾ പറഞ്ഞു, ഈ മലയുടെ പുറകിൽ നിന്ന് ഒരു കൂട്ടം ആളുകൾ ആക്രമിക്കാൻ വന്നാൽ നിങ്ങൾ വിശ്വസിക്കോ?
അവർ പറഞ്ഞു നബിയെ നിങ്ങൾ പറയുന്ന കാര്യമാണ്, ഞങ്ങൾ വിശ്വസിക്കും. മുഹമ്മദ് നിങ്ങൾ പറയുന്ന കാര്യം ഞങ്ങൾ സമ്മതിക്കണം. അതാ ആദരവാകുന്ന പ്രവാചകന്റെ പ്രിയപ്പെട്ടവരെ പ്രബോധനം വരികയാണ്. ഉടൻ തന്നെ നബി തങ്ങൾ പറയുകയാണ്, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കണമെന്ന് പറയുമ്പോൾ അല്ലാഹുവേ നബി തങ്ങളുടെ കുടുംബക്കാർ നബി തങ്ങളെ ചീത്ത പറയുകയാണ്, നബി തങ്ങളുടെ കുടുംബക്കാർ നബി തങ്ങളെ ആക്ഷേപിക്കുകയാണ്. അതിലുള്ള ആഗ്രഹം എന്ന് പറയുന്ന ഏറ്റവും വലിയ നീചമായ വ്യക്തി, ഏറ്റവും വലിയ നീചമായ വ്യക്തി നബി തങ്ങളുടെ മുന്നിലേക്ക് വന്ന് പറയുകയാണ്, എന്താണ് മുഹമ്മദേ, എന്താണ് മുഹമ്മദേ, മുഹമ്മദേ നീ എന്ത് പ്രമാണത്തിനാ പറയണത്? അള്ളാഹുവിനെ കൊണ്ട് വിശ്വസിക്കാനോ? ഞങ്ങളെ വിശ്വസിക്കൂല, ഞങ്ങൾ വിശ്വസിക്കൂല. നീ എത്ര വലിയ അമീനാണെന്ന് പറഞ്ഞാലും ഞങ്ങൾ വിശ്വസിക്കൂല. നീ എത്ര വലിയ സംഭവം പറഞ്ഞോണ്ട് നമ്മൾ വിശ്വസിക്കും, പക്ഷെ ഈ ഒരു കാര്യം ഞങ്ങൾ വിശ്വസിക്കൂല. അതിന്റെ അകത്ത് അബൂ ലഹബ് ഒരു വാക്യം പ്രഖ്യാപിച്ചവിടെ, തബ്ബൻ ലക യാ മുഹമ്മദ്, തബ്ബൻ ലക യാ മുഹമ്മദ്, മുഹമ്മദെ നീ നശിച്ചിരിക്കണം. അബൂ ലഹബ് ആരോടാണ് കളിക്കുന്നത്? നബി തങ്ങളോടാണ്, നബി തങ്ങളോടാണ് കളിക്കുന്നത്. ആദ്യമാകുന്ന പ്രവാചകന്റെ പ്രിയപ്പെട്ടവരെ അവനാണ് വിഷമം വരികയാണ്. ഉടൻ തന്നെ നസറുൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ സങ്കടപ്പെടല്ലേ എന്നിട്ട് അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഓതുകയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. അബൂ ലഹബ് നശിച്ചിരിക്കുകയാണ്, അബൂ ലഹബ് നശിച്ചിരിക്കുകയാണ്. എന്നാ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആനിന്റെ ആയത്തുകളായി ഇറങ്ങിയിരിക്കുകയാണ്. ആരോടാണ് അബൂ ലഹബ് പരിചയമറിയോ? മദീനയിലെ നേതാവ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടാണ് നബി തങ്ങളെ ഉച്ചരിച്ച, നബി തങ്ങളോട് പറഞ്ഞ തബ്ബൻ ലക യാ മുഹമ്മദ്. ആ വാക്ക് തന്നെ അല്ലാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പറയാണ്. എന്താ പറഞ്ഞത്? തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്, തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. അബൂ ലഹബേ നീ നശിച്ചിരിക്കട്ടോ, നീ നശിച്ചിരിക്കട്ടോ. എന്നിട്ട് ഖുർആൻ നിർത്തണില്ല, വതബ്ബ വതബ്ബ. അവസാനം പറയും തബ്ബത് യദാ അബീ ലഹബിൻ വതബ്ബ്. അബൂ ലഹബേ നീ തീർച്ചയായിട്ടും നശിച്ചിരിക്കണം. ആരാ? മുത്തുനബി തങ്ങളെ എതിർത്തു, മുത്തുനബി തങ്ങളെ ചീത്ത പറഞ്ഞു, അല്ലെ? നമുക്കറിയാം, നമ്മുടെ കുഞ്ഞു മക്കൾ ഈ പള്ളിയിൽ ഒന്ന് സ്വലാത്ത് ചൊല്ലിയപ്പോ എത്ര പേര് എതിർത്തിട്ടുണ്ടാവും, എത്ര പേര് ആ കുഞ്ഞു മക്കളെ പോലും മനസ്സിനുള്ളിൽ ഉണ്ടാക്കിയിട്ടുണ്ടാവും. ഈ ചങ്ങാതി മരുന്നാക്കുന്ന പള്ളിയിൽ പോയി സ്വലാത്തുകളാണ്, അശ്രദ്ധ വീട്ടുകളാണ് എന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടാകും. അവർക്കുള്ള ശിക്ഷയല്ല. എന്താ ശിക്ഷ? അബൂ ലഹബിന് കൊടുക്കാൻ പോകുന്ന ശിക്ഷ കേട്ടോന്ന്, അബൂ ലഹബിന് കൊടുക്കാൻ പോകുന്ന ശിക്ഷകൾ കേട്ടോന്ന്. അബൂ ലഹബ് ആരാ? അബൂ ലഹബ് എന്ന് പറയുമ്പോൾ നമ്മുടെ കൊച്ചാപ്പടം വരുന്നില്ല. ഖുർആൻ ശപിച്ച വ്യക്തിയാണ്. എന്തിനാ പേടിക്കുന്നത്? അബൂ ലഹബ് ലഅനത്തുല്ലാഹി അലൈഹി. പക്ഷേ അബൂ ലഹബ് ലഅനത്തുല്ലാഹി അലൈഹി, അബൂ ലഹബ് ലഅനത്തുല്ലാഹി അലൈഹി. ഞാൻ പറഞ്ഞു അബൂ ലഹബ് അല്ലാഹുവിന്റെ റസൂലിനെ ശപിച്ചപ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഇറങ്ങി. തബ്ബത് യദാ അബൂ ലഹബിൻ വതബ്ബ്. അബൂ ലഹബ് നശിച്ചിരിക്കട്ടോ, അബൂ ലഹബ് നശിച്ചിരിക്കുകയാണ്. അബൂ ലഹബിന്റെ സമ്പത്ത് കൊണ്ട് യാതൊരു ഉപകാരമില്ല. അവർക്ക് നരകം ഉറപ്പാണ്. അന്നത്തെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ ഇറങ്ങി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പോയി. ഒന്നും സംഭവിക്കുന്നില്ല, ഒന്നും സംഭവിക്കുന്നില്ല, അല്ലെ? ചില ആളുകൾ പറയാറുണ്ട്, ഉസ്താദേ ആ ചങ്ങാതി 5 വക്തത്തിന് പള്ളിയിൽ വരില്ല, ഞാൻ 5 വക്തത്തിന് വന്നിട്ടും പള്ളിയിൽ ഒന്ന് സുജൂദ് ചെയ്തിട്ട് അള്ളാഹ് എന്റെ കച്ചവടത്തിൽ പറക്കത്തില്ല, പക്ഷെ അവന്റെ കച്ചവടത്തിൽ പറക്കത്ത് കൊടുക്കുന്നുണ്ട് എന്ന് ചില ആളുകൾക്ക് വിചാരിക്കുന്നുണ്ടാവും. അള്ളാഹ് പൂട്ടും ഒരു ദിവസം, അല്ലെ? പലിശക്കാരൻ പടച്ചൻ അതേപോലെ വളർത്തണം, എന്താ? പൂട്ടും, അള്ളാഹ് പൂട്ടും. ആ ആഗ്രഹത്തിനെങ്കിലും വെച്ച് അള്ളാഹു അവരെ പൂട്ടും. ഞാൻ പറഞ്ഞു വന്നത്, അബൂ ലഹബിന് ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പമില്ല, ഇങ്ങനെ ജീവിക്കണം. അബൂ ലഹബിന്റെ പ്രിയപ്പെട്ടവരെ 10 കൊല്ലം ശീലിക്കുകയാണ്. അതാ എന്റെ പ്രിയപ്പെട്ടവരെ ശത്രുക്കൾ പറയുകയാണ്, എന്താണ് മുഹമ്മദ്, എന്താണ് മുഹമ്മദ്? അബൂ ലഹബ് പലപ്പോഴും ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുമ്പോ ആദ്യമാകുന്ന പ്രവാചകന്റെ മുമ്പിൽ നിന്ന് പ്രിയപ്പെട്ടവരെ വല്ലാത്ത സന്തോഷത്തോടുകൂടി അബൂ ലഹബ് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോ 10 കൊല്ലം കഴിഞ്ഞപ്പോ അബൂ ലഹബിന്റെ പ്രിയപ്പെട്ടവരെ വല്ലാത്ത പരിഗണനയാണ്. സുബ്ഹാനല്ലാഹ്, സുബ്ഹാനല്ലാഹ്. അബൂ ലഹബിന്റെ പ്രിയപ്പെട്ട
ഭയങ്കരമാകുന്ന പനിയാണ്. ചരിത്രം രേഖപ്പെടുത്തുന്നു, അബൂലഹബ് പനി വന്നിട്ട് ഇങ്ങനെ വല്ലാതെ ശരീരത്തിൽ ഇങ്ങനെ ചെറിയ ചെറിയ വ്രണങ്ങൾ ഇങ്ങനെ വന്നു തുടങ്ങി. അതിന് മരുന്ന് ഉപയോഗിക്കും തോറും അല്ലെ, കോവിഡ് വന്നു കഴിഞ്ഞാൽ നല്ല നാരങ്ങ വെള്ളം കുടിക്കണമെന്ന് പറയും, നല്ല ചൂടുവെള്ളം കുടിക്കണമെന്ന് പറയും. എന്താണ്, നമ്മുടെ ശരീരത്തിൽ ആ ബാക്ടീരിയക്കെതിരെയുള്ള ഒരു പ്രതിരോധ ശേഷി നമ്മൾ ഉണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞതുപോലെ മരുന്ന് കഴിക്കാൻ തുടങ്ങി. അബൂലഹബ് മരുന്ന് കഴിക്കാൻ തുടങ്ങി. പക്ഷെ മരുന്ന് കഴിക്കും തോറും ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കാൻ അബൂലഹബ് ചൊറിയും തോറും അവന്റെ ശരീരം ഇങ്ങനെ മുറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എന്താ, ഹബീബിനോടാണ് കളിച്ചത്. ആദ്യമാകുന്ന പ്രവാചകനോടാണ് പ്രിയപ്പെട്ടവരോട് കളിച്ചത്. അബൂലഹബിന്റെ ശരീരം മുഴുവൻ പ്രിയമുള്ളവരെ വല്ലാത്ത വ്രണം വന്നുകൊണ്ട് ഒളിച്ചുകൊണ്ടിരിക്കുമ്പോ, വല്ലാത്ത മറക്കുകളെ കടന്നുകൊണ്ടിരിക്കുമ്പോ അബൂലഹബിന്റെ സ്വന്തം കുടുംബക്കാരെ കടന്നു വരികയാണ്. അബൂലഹബിന്റെ പ്രിയമുള്ളവരെ ചാർത്തികൾ കൊടുക്കുക. ആ മലയുടെ മുകളിലേക്ക് അബൂലഹബിനെ കൊണ്ടുപോവാ. നോക്കിയേ, പടച്ചോന്റെ വിധിയാണ്. നബിതങ്ങളെ ഏത് പർവ്വതത്തിന്റെ പുറത്തു നിന്നാണോ അബൂലഹബ് ശപിച്ചത്, ആ മലയുടെ മുകളിലേക്ക് അബൂലഹബിനെ സ്വന്തം കുടുംബക്കാര്, സ്വന്തം കൂട്ടുകാരി, എന്താണ് ആ ചങ്ങാതിനെ മണത്തിട്ട് നിൽക്കാൻ വയ്യ, കുളിക്കാനിട്ടല്ല. എന്താണ്, നബിതങ്ങളെ ശപിച്ചപ്പോ അതിനുള്ള രോഗമാണ്. ശരീരത്തിങ്ങനെ വ്രണം വന്നു. ാത്ത മണം അല്ലെ, മാറ്റം വന്നാൽ ഒരു മയ്യത്ത് ചെയ്യാനുള്ള മണങ്ങളുണ്ടാവും. അതിനെക്കാട്ടപ്പുറത്തെ മണം ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. വ്രണമാണ്, പഴുപ്പാണ്, ആർക്കും സഹിക്കാൻ വയ്യ. കടന്നു വന്നുകൊണ്ട് അബൂലഹബിന്റെ പ്രിയമുള്ളവരെ അതാ ചാക്കിലേക്ക് കെട്ടിയിട്ടതാ അബൂ ഖുബൈസ് എന്ന് പറയുന്ന മലയുടെ മുകളിൽ നിന്ന് അബൂലഹബ് എന്ന് പറയുന്ന ഏറ്റവും വലിയ ചങ്ങാതിയത താഴത്തേക്ക് വലിച്ചിടുക മാത്രമല്ല ചെയ്തത്. അബൂലഹബിന്റെ നെയ്ത്തേക്കിന്റെ പ്രിയപ്പെട്ടവരെ തിരിച്ചതാ മുകളിലേക്ക് കടന്നു വരാതിരിക്കാൻ വേണ്ടിയിട്ട് വലിയൊരു പാപം പോലും വെച്ചിട്ടുണ്ടെന്ന് ചരിത്രം രേഖപ്പെടുത്തുന്നു. എന്തുകൊണ്ടാ ഇവിടെ എന്തെങ്കിലും ഒരു സുന്നത്ത് ജമാഅത്തിന്റെ ആദർശം വന്നു കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് എല്ലാവരും ഒട്ടിക്കും അല്ലെ. അത് മിക്ക സ്ഥലങ്ങളിലും ഇല്ലാത്തതാണ്. അല്ലാഹു എന്നും നിലനിർത്തി തരട്ടെ. ഞാൻ പറഞ്ഞത്, ഹബീബിനെ എതിർത്ത് കഴിഞ്ഞാൽ, ആ മൗലിദിനെ എതിർത്ത് കഴിഞ്ഞാൽ എന്താ കിട്ടണ ശിക്ഷ? എന്താ അവനിക്ക് അബൂലഹബിന് കൊടുത്ത ശിക്ഷ ഉണ്ടല്ലോ, അത്രയും ഇല്ലെങ്കിലും അള്ളാഹു നാളെ അവനെ പിടിക്കും, ഉറപ്പാണ്. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാവട്ടെ. റബീഉൽ അവ്വൽ കടന്നു പോവുകയാണ്. ഈ റബീഉൽ അവ്വൽ കടന്നു പോകുമ്പോ അല്ലെ, ഇന്നത്തെ ദിവസം കൂടെ കഴിഞ്ഞു. ഇനി നമുക്കൊരു മൗലിദൊക്കെ ചെല്ലണമെങ്കിൽ ആരെയും മരിക്കണം. അതാണ് സാധാരണ എല്ലാവരും നാട്ടിൽ നടക്കുന്നത്. അല്ലെങ്കിൽ ഒരു കല്യാണം വരണം, അല്ലാതെ നമ്മൾ മൗലിദ് ചെല്ലുന്ന ഒരു പരമ്പരയില്ല. നമ്മൾ സുന്നികളാണ്. ദിവസം ഒരു ഹിത്തായി അല്ലെ, അല്ലെങ്കിൽ ഒരു 100 സ്വലാത്ത് എല്ലാ ദിവസം ചെല്ലണം. അത് റബീഉൽ അവ്വൽ ആകട്ടെ, റബീഉൽ ആഖിർ ആകട്ടെ, ദുൽഖഅദാകട്ടെ, ദുൽഹിജ്ജ ആകട്ടെ, ഏത് മാസമാണെങ്കിലും റമളാൻ ആകട്ടെ, ആ പവിത്രമാണ് സ്വലാത്ത് ചെല്ലണം എന്ന് പറയുന്നത്. അള്ളാഹു നബിതങ്ങളെ സ്വപ്നത്തിലെങ്കിലും കാണാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഞാൻ പറഞ്ഞില്ലേ, കൂടെ നിന്നില്ലെങ്കിൽ കുഴപ്പമില്ല, എതിർത്ത് അതേ പറയണം. നബിതങ്ങളെ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം നടത്തുമ്പോൾ അൽഹംദുലില്ലാഹ് അതിൽ പൂർണ്ണമായി പങ്കെടുക്കണം. നമ്മളിവിടെ പിരിവ് നടത്തി ചോറിന് വേണ്ടിയിട്ട് കൊടുക്കാൻ, അതിന് ചിലപ്പോൾ പൈസ കൊടുക്കാനില്ലാത്തവരായിരിക്കും. പക്ഷെ അതിന് കുറ്റം പറയാൻ പാടില്ല. എന്താ ചെയ്യേണ്ടത്? മനസ്സുകൊണ്ട് പിന്തുണ കൊടുക്കുക. ഹബീബിന്റെ റബീഉൽ അവ്വൽ അല്ലേ, ഹബീബിന്റെ മാസമല്ലേ, ഞങ്ങളെല്ലാം പിന്തുണയും നൽകുന്നു എന്ന് നമ്മൾ നിയത്ത് ചെയ്യുക. കാരണം ഹബീബിന്റെ മാസമാണ്, അത് കടന്നു പോവുകയാണ്. കഴിഞ്ഞു തീർന്നു. അല്ലാഹു പടച്ച തമ്പുരാൻ ഈ പരിശുദ്ധമാക്കപ്പെട്ട റബീഉൽ അവ്വൽ നമുക്ക് അനുകൂലമായി സാക്ഷി വഹിക്കുന്നവരിൽ നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. പ്രത്യേകിച്ച് ദുആ എടുക്കാനുള്ളത് എൻ്റെ ഒരു പ്രിയപ്പെട്ട സുഹൃത്ത്
അല്ലെ? നമ്മൾ ഈ ദാരിദ്ര്യാന്തയും ചുറ്റിക്കീറുന്നതിനൊക്കെ മുമ്പ് നമുക്ക് ഭക്ഷണം തന്നവരെയും അതുപോലെ നമ്മളെ സഹായിച്ചത് നമ്മൾ മറക്കാൻ പാടില്ല. എൻ്റെ ഉപ്പ എപ്പോഴും പറയും വന്ന വഴി മറക്കരുതെന്ന് പറയും. കാരണം എൻ്റെ ഉപ്പ ഒരു മീൻവണ്ടി ഡ്രൈവറാണ്. അതുകൊണ്ടാണ് ഉപ്പ എന്നോട് എപ്പോഴും പറയാറുള്ളത് വന്ന വഴി മറക്കരുത് കേട്ടോ എന്ന് പറയും. എത്ര സൗഭാഗ്യം കിട്ടിയാലും വന്ന വഴി മറക്കരുതെന്ന് പറയും. കാരണം ശരിയാണ്, നമുക്ക് ഒരായ കാലത്ത് ഭക്ഷണം തന്നവര്, ഒന്നുമില്ലാത്ത സമയത്ത് ഭക്ഷണം തന്നവര്, സഹായിച്ചവര്, എന്താണെങ്കിലും ആ തന്നവർ നമ്മൾ ഒരിക്കലും മറക്കാൻ പാടില്ലല്ലോ. എന്നെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഞാൻ പഠിക്കുന്ന സമയത്താണെങ്കിലും ഈ ഒരു സമയത്താണെങ്കിലും ഞാനൊരു നിലയിലെത്താൻ ആഗ്രഹിച്ച ഒരു സഹോദരൻ റിൻഷാദ് എന്ന് പറയും. അദ്ദേഹത്തിന്റെ ഉപ്പ മണത്തയിലുള്ള മജീദ് സാഹിബ് ചാവക്കാടുള്ള ഒരു സഹോദരൻ ഒരുപാട് സാഹിത്യങ്ങളെ, ഒരുപാട് പാവപ്പെട്ട പെൺകുട്ടികളെ കെട്ടിച്ചു വിടാനൊക്കെ സഹായിച്ച വ്യക്തിയാണ്. ഒരുപാട് ഉസ്താദുമാർക്ക് ഭക്ഷണം കൊടുത്ത വ്യക്തിയാണ്. അദ്ദേഹം ബ്രെയിൻ ട്യൂമർ 1-2 ദിവസം മുമ്പ് മരണപ്പെട്ടു. അള്ളാഹു അദ്ദേഹത്തിന് സ്വർണ്ണം കൊടുക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ പള്ളിയിൽ പരിസരത്ത് നിന്ന് മരണപ്പെട്ടു പോയവര്, പ്രത്യേകിച്ച് നമ്മുടെ ബഷീർ എന്ന സഹോദരൻ, അള്ളാഹു സ്വർണ്ണം കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ മക്കൾക്ക് അള്ളാഹു ശമനം കൊടുക്കട്ടെ. എല്ലാവരും ആത്മാർത്ഥമായി 2 മിനിറ്റ് ആമീൻ പറയുക. അർഹമറാഹിമായ അല്ലാഹ് നീ കബൂലാക്കണേ അല്ലാഹ്, നീ സ്വീകരിക്കണേ അല്ലാഹ്. ഒരുപാട് പാവങ്ങളുണ്ട് അല്ലാഹ്, നീ കബൂലാക്കണേ അല്ലാഹ്. ഒരുപാട് യാത്രക്കാരുണ്ട് അല്ലാഹ്, ഞങ്ങളുടെ പള്ളിയിലേക്ക് സംഭാവന നൽകുന്ന ഒരുപാട് പാവങ്ങളുണ്ട് അല്ലാഹ്. അത് ഒരുപാട് യാത്രക്കാരുണ്ട് അല്ലാഹ്, അവർക്ക് നീ ഖൈർ കൊടുക്കണേ അല്ലാഹ്, ബറക്കത്ത് കൊടുക്കണേ അല്ലാഹ്, റാഹത്ത് കൊടുക്കണേ അല്ലാഹ്, സലാമത്ത് കൊടുക്കണേ അല്ലാഹ്, അപകടങ്ങൾ കൊടുക്കല്ലേ അല്ലാഹ്. ഞങ്ങളുടെ പള്ളികളെ പരിസരത്ത് നിന്ന് ആരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടോ അവർക്ക് നീ സ്വർഗം കൊടുക്കണേ അല്ലാഹ്, സ്വർഗം കൊടുക്കണേ അല്ലാഹ്. അല്ലാഹുവേ, മുദ്രയുടെ മാസങ്ങളിൽ നിന്ന് കടന്നു പോകാൻ പോവുകയാണ്. അർഹമറാഹിമായ നീതിമാനായ രാജാവിരാജനായ അല്ലാഹ്, ആ നബിതങ്ങളുടെ ജീവിതത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും കാണാൻ പാപങ്ങളാകുന്ന ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ അല്ലാഹ്. മദീനത്തിൽ പോകാൻ, മക്കത്ത് പോകാൻ തൗഫീഖ് തരണേ അല്ലാഹ്. അടുത്ത ആഴ്ച മുതൽ അടുത്ത വെള്ളിയാഴ്ച റബീഉൽ ആഖിറാണ്. ബഹുമാനപ്പെട്ട വഹീദ് ശൈഖ് അബ്ദുൽ ഖാദിർ ജിലാനി ഖദ്ദസല്ലാഹു സിറഹു ലഫീഫയുടെ ആണ്ടിന്റെ മാസമാണ്. ഇൻഷാഅല്ലാഹ് അതൊക്കെ നമ്മുടെ പള്ളിയിൽ വളരെ നല്ല രീതിയിൽ തന്നെ നടക്കും. ഇൻഷാഅല്ലാഹ് അതിന്റെ കാര്യങ്ങളൊക്കെ അടുത്ത വെള്ളിയാഴ്ച അറിയിക്കും. പള്ളിയിൽ വളരെ ഇൻഷാഅല്ലാഹ് അറിയിക്കും. അല്ലാഹു എല്ലാം നല്ല രീതിയിൽ ഉഷാറായി നടത്താനുള്ള തൗഫീഖ് നൽകുമാറാവട്ടെ. പ്രത്യേകിച്ച് എന്റെ ഉമ്മയുടെ ഓപ്പറേഷൻ എഴുതുന്ന ചെറിയൊരു പ്രശ്നത്തിലാണ്. എല്ലാവരും അതും മാറാൻ വേണ്ടി ദുആ ചെയ്യണം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.